40 കൊല്ലം ഈജിപ്തിൻ്റെ ഏറ്റവും മോശകരമായ അടിമത്തത്തിൽ ജീവിച്ച് സംസ്കാരം മറന്നുപോയ ഒരു തലമുറയെ ദൈവം അവിടെ നിന്ന് വിളിച്ച് കനാൻ ദേശം എന്ന പട്ടണത്തിലേക്ക് വന്ന് ജീവിക്കുന്നതിന് മുമ്പേ അവരെ കൽപ്പനകൾ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. കാരണം എന്തെന്നറിയാവോ? കൽപ്പന കൊടുത്ത ദൈവത്തെ പോലെ ആയിത്തീരാനല്ല, ഈ സംസ്കാരം മറന്നുപോയ ജനത്തെ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം നടത്തുന്ന ഒരു യാത്രയാണ്. വെറും 7 ദിവസം കൊണ്ട് യാത്ര ചെയ്തെത്തേണ്ട സ്ഥലത്ത് 40 വർഷം എടുത്തു ഒരു യാത്ര ചെയ്തെത്താൻ. നമ്മൾ അവിടെ നോക്കിയാൽ നമ്മുടെ ജീവിതത്തെ കാണാം. ജഡത്തിൽ നിന്ന് ജീവിച്ച നമ്മൾ, സംസ്കാരശൂന്യരായി ജീവിച്ച നമ്മൾ, ദൈവത്തിൽ വിശ്വസിച്ച നാൾ മുതൽ ഒരു സംസ്കാരം നമ്മളിൽ വളർന്നു വരുന്ന നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിൽ, മറ്റുള്ളവരോടുള്ള ബിഹേവിയേഴ്സിൽ, പെരുമാറ്റത്തിൽ നമ്മുടെ സ്വഭാവ നവീകരണം നമുക്ക് കാണാൻ കഴിയും. ഇതിന് കാരണം നമ്മളല്ല, നമ്മൾ വിശ്വസിച്ച, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളെ നടത്തുന്നു എന്ന് വിശ്വസിക്കുന്ന സർവശക്തനായ, പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച, സകലത്തിൻ്റെയും ദാതാവായിരിക്കുന്ന ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഒരു മൃഗത്തിൻ്റെ ഉള്ളിലും ദൈവം വസിക്കാൻ കയറിയിരുന്നിട്ടില്ല. പക്ഷേ ഒരു മാനവകുലത്തിനടുത്ത് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുമെന്ന്. പക്ഷേ പുതിയ നിയമത്തിൽ പറയുന്നു, ക്രിസ്തു വന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, ദൈവം നമ്മളെ നടത്തുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവസ്നേഹത്തിലാണ് ഞാൻ ജീവിക്കുന്നത് വിശ്വസിക്കുന്നൊരു ദൈവ പൈതൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ മരണകരമായ താഴ്വരയിൽ കൂടി നടന്നാലും ഒരനർത്ഥവും അവൻ ഭയപ്പെടത്തില്ല. കാരണം നീ എൻ്റെ ഉള്ളിലിരിക്കുന്നുവല്ലോ എന്നവനറിയാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.